ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയല്ലോ. ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് ആയിട്ടുള്ള ഏലാഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് ഏലാഞ്ചി എന്നും ലവ് ലെറ്റർ എന്നും അതുപോലെ തന്നെ ഇതിന് മുട്ടക്കുഴലപ്പം എന്നൊക്കെ പേരുണ്ട്. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ മുന്തിരിങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. തേങ്ങ നന്നായിട്ട് ആ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറി കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കാവൂ, ഓവറായിട്ട് ഉപ്പ് ചേർക്കരുത്. ഇനി ഒരു കളറിനായിട്ട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടകളൊന്നുമില്ല, നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തവി ഒഴിച്ചു കൊടുത്തിട്ട് കനം കുറച്ച് പരത്തിയെടുക്കാം. ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുത്ത് കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. പാനിന് ചൂട് കൂടി പോകരുത്, അപ്പം നമുക്ക് പരത്തിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ പാനിന് ഒരു മീഡിയം ചൂട് മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ചൂടില്ലാതെ ഇരിക്കരുത്. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്യ് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയാണെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒരു സൈഡ് കുക്കായി വന്ന ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒക്കെ ഇത് വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കീറിപ്പോകാനുള്ള ചാൻസ് ആണ്. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശ പോലെ നമ്മൾ ചെയ്തെടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ഒരു സൈഡ് രണ്ട് സൈഡും ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ വെച്ചിട്ട് എനിക്കിപ്പം ഒരു 10 ദോശയാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ ചൂടാറി വന്ന ശേഷം നമുക്കിതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് താല്പര്യമുള്ള അത്രയും ഫില്ലിങ് വെക്കാം. കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്ത ശേഷം രണ്ട് സൈഡും ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കുഴലപ്പം റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുട്ടക്കുഴലപ്പം എന്നും ഏലാഞ്ചി എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേരെന്ന് പറയണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുത്. മറ്റൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം.